നമസ്കാരം. വളരെയേറെ ഭീതിജനകവും ആശങ്കാജനകവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് തൈറോയിഡ് രോഗങ്ങൾ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വളരെ പടർന്നു പിടിക്കുന്ന ഒരു രോഗം, ഒരു പകർച്ചവ്യാധി പോലെ ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് തൈറോയിഡ് രോഗങ്ങൾ. കൊച്ചു കുട്ടികളിൽ പോലും കണ്ടുവരുന്ന ഒരു അവസ്ഥ. എന്താണ് തൈറോയിഡ് രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. ഏറ്റവും സർവ്വസാധാരണമായി കണ്ടുവരുന്ന തൈറോയിഡ് രോഗം എന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു. നന്ദി. ആൻഡ് പ്ലീസ് കീപ് വാച്ചിങ്. ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് ആദ്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കാൻ പാടില്ലാത്തത്, വിശ്വസിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് ആദ്യം പറയാം. എന്നിട്ട് അതിൻ്റെ ചില സംക്ഷിപ്തമായി ചില പോയിന്റ്സ്, എങ്ങനെയാണ് ഇതിൻ്റെ പരിശോധന ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ വീഡിയോയിൽ. എന്നാൽ ചില മിഥ്യാധാരണകൾ ആദ്യം പൊളിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഗ്രന്ഥി വീർത്തു വരും എന്നുള്ള ഒരു വിശ്വാസം. പൊതുവെ ഈ ഗ്രന്ഥി വീക്കത്തിന് മെഡിക്കൽ സയൻസ് പറയുന്ന ഗോയിറ്റർ എന്നാണ്. ഗോയിറ്റർ ഇസ് എ വെരി ഒരു ബ്രോഡ് ടെർമിനോളജി. ഗോയിറ്റർ എന്ന് പറയുന്നത് കഴുത്തിൻ്റെ മുൻഭാഗത്ത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു വീക്കത്തിന്, ഒരു വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ദിസ് വാസ് ക്വൈറ്റ് കോമൺ, സർവ്വസാധാരണമായിരുന്നു ഈ ഗോയിറ്റർ. പിന്നെ ഓഫ് കോഴ്സ് അയോഡൈനൈസേഷൻ, ഈ ഉപ്പിൽ അയഡിൻ ചേർക്കുന്ന പ്രക്രിയയൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു. ഹൈപ്പോ തൈറോയിഡ് ഗോയിറ്ററൊക്കെ വളരെ കുറഞ്ഞു. പക്ഷെ ഇപ്പോഴും ചിലർക്ക് അവിശ്വാസമുണ്ട്. ഓർമ്മ വയ്ക്കുക, തൈറോയിഡിൻ്റെ ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും, തൈറോയിഡ് രോഗമുള്ള ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും ഗോയിറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഗോയിറ്റർ ഉണ്ടായേ തീരൂ എന്നുള്ള ധാരണ തെറ്റാണ്, ഒന്നാമത്തെ. രണ്ടാമത്തേത്, അമിതവണ്ണം ഉള്ളവർക്ക് എല്ലാവർക്കും തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയുണ്ട്. അതും തെറ്റാണ്. അമിതവണ്ണവും തൈറോയിഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, മറ്റൊന്നുമല്ല, ഹൈപ്പോ തൈറോയിഡിസത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ക്രമാതീതമായി കുറഞ്ഞു വരുന്ന അവസ്ഥ, തൈറോയിഡ് പ്രവർത്തനം ക്രമാതീതമായി കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്നുള്ള ഹോർമോണിന്റെ ലെവൽ കുറയുക. ആ അവസ്ഥയിൽ പലരും കരുതുന്നത് അമിതവണ്ണവും ഇതുമായിട്ട് വളരെ അഭേദ്യ ബന്ധം ഉണ്ട് എന്നാണ്. തെറ്റാണത്. ഒബേസിറ്റിയും, അതായത് ഓവർ വെയ്റ്റും തൈറോയിഡും തമ്മിൽ ബന്ധമുണ്ട്, തീർച്ചയായിട്ടും ബന്ധമുണ്ട്. പക്ഷേ ഹൈപ്പോ തൈറോയിഡ് ആയിട്ടുള്ള എല്ലാവരും ഒബേസ് ആയിരിക്കണമെന്നോ, അല്ലെങ്കിൽ ഒബേസിറ്റി, അമിതവണ്ണം ഉള്ളവർക്ക് എല്ലാവർക്കും തൈറോയിഡിന്റെ കംപ്ലൈൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുമെന്നോ കരുതുന്ന തെറ്റാണ്. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. പിന്നെ മൂന്നാമത്തേത്, ഇതാണ് ഏറ്റവും സർവ്വസാധാരണമായിട്ട് ഞാൻ കണ്ടുവരുന്നത്. ഒരിക്കൽ നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം കണ്ടുപിടിച്ചെടുത്താൽ നിങ്ങൾ അതിനു വേണ്ടി മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ആയുസ് മുഴുവൻ നിങ്ങൾ മരുന്ന് കഴിക്കണം എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. ഇതും തെറ്റാണ്. പലപ്പോഴും ഹൈപ്പോ തൈറോയിഡിസം കണ്ടുവരുന്നത് ചില ഘട്ടങ്ങളിൽ, ശരീരം കടന്നു പോകുന്ന ചില ഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും. ആ സമയത്തേക്ക് മാത്രം തൈറോക്സിൻ, ലിവോ തൈറോക്സിൻ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. തൈറോക്സിൻ കൊടുത്താൽ മതിയാവും. പിന്നെ ഏതാനും നാളുകൾക്കുള്ളിൽ ഇത് റിവേഴ്സബിൾ ആയിട്ട് കാണാറുണ്ട്. പലർക്കും റിമിഷൻ, അതായത് ഇതിൻ്റെ ആവശ്യമേ വരാറില്ല. അപ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിന് അനുസരിച്ച് വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൻ്റെ എത്രത്തോളം ഉണ്ട്, ഇത് എത്രത്തോളം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ആൻഡ് പലരും TSH നോക്കിയിട്ട് മാത്രമായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. TSH മാത്രം നോക്കി ഹൈപ്പോ തൈറോയിഡിസം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അത് നിങ്ങളുടെ ഡോക്ടർക്ക് വിടുക. പക്ഷെ ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, ഒരിക്കൽ തൈറോയിഡിൻ്റെ മരുന്ന് തുടങ്ങിയാൽ പിന്നെ ആയുസ് മുഴുവൻ കഴിക്കണം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമല്ല. പിന്നെ അടുത്തത്, ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ എല്ലാ അവസ്ഥയും ക്യാൻസർ ആയിരിക്കും എന്ന് ചിലർ ഭയപ്പെടാറുണ്ട്.
അതും തെറ്റാണ്. അത് പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. 4-ാമത്തെ പോയിന്റ്, പലപ്പോഴും ചിലരെങ്കിലും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിന്റെ രോഗമുണ്ടെങ്കിൽ, അസുഖമുണ്ടെങ്കിൽ, തൈറോയിഡ് രോഗം എന്നുള്ളതിലൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഉദ്ദേശിക്കുന്ന ഹൈപ്പോ തൈറോയിഡിസത്തിനെയാണ്. എന്ന് വെച്ചാൽ ക്രമാതീതമായി കുറഞ്ഞു വരുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന തൈറോയിഡ് രോഗം അതാണ്, അറിയാലോ. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് ഗർഭധാരണം അസാധ്യമാണ് എന്ന് പലരും വിശ്വസിക്കാറുണ്ട്. അത് തെറ്റാണ്. കൃത്യമായി ഫലപ്രദമായ ചികിത്സയിലൂടെ ഈ സ്ത്രീകൾക്കും ഗർഭം ധരിക്കാം ആൻഡ് വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഫാക്ട് ഹൈപ്പോ തൈറോയിഡിസം മാത്രമല്ല, ഹൈപ്പർ തൈറോയിഡിസവും പ്രഗ്നൻസി ചാൻസസിനെ ബാധിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഫലപ്രദമായ ചികിത്സയിലൂടെ ഇവ രണ്ടും നമുക്ക് മറികടക്കാൻ പറ്റും. 5-ാമത്തെ പോയിന്റ്, തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉള്ളവർ പച്ചക്കറികൾ കഴിക്കരുത്, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പച്ചക്കറികൾ ഒഴിവാക്കണം. അതിൽ പറഞ്ഞു വരുന്ന ക്യാബേജ്, കോളിഫ്ലവർ ഇനത്തിൽപ്പെട്ട പച്ചക്കറികളെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ചില പഠനങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി, അതായത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ അടങ്ങിയിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലത്തെ ചില പച്ചക്കറികൾ ഒഴിവാക്കണമെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് കൺക്ലൂസീവ്ലി പ്രൂവൺ ഇതുവരെ. ചില വിഭാഗം വ്യക്തികളിൽ നമ്മളത് പറയാറുണ്ട് എന്നുള്ളത് ശരിയാണ്, ഈ തരത്തിലുള്ള പച്ചക്കറികൾ ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷെ മൊത്തത്തിൽ പച്ചക്കറികൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് വെറും മിഥ്യാധാരണയാണ്. ദയവായി തൈറോയിഡ് പ്രശ്നത്തിന്, ഹൈപ്പോ തൈറോയിഡിസത്തിനോ ഹൈപ്പർ തൈറോയിഡിസത്തിനോ മരുന്ന് കഴിക്കുന്ന ഈ ചാനൽ കണ്ടുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾ ആരും പൂർണ്ണമായിട്ടും പച്ചക്കറികൾ ഒഴിവാക്കരുത്. എന്നാൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഈ പറഞ്ഞ വിഭാഗത്തിലെ പച്ചക്കറികൾ ഏതൊക്കെയാ, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, സെലറി പോലത്തെ ചില ഇലക്കറികൾ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം തീരുമാനിക്കാൻ. പിന്നെ 6-ാമത്തെ മിഥ്യ എന്ന് വെച്ചാൽ എല്ലാവരും കൂടുതൽ, ഈ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർ എല്ലാവരും കൂടുതൽ ഉപ്പ് കഴിക്കണം എന്ന് ചിലർ പറയാറുണ്ട്. കാരണം എന്താ, ഉപ്പിൽ ഇപ്പോൾ അയോഡിൻ ചേർക്കാറുണ്ട്. അയോഡൈസ്ഡ് സോൾട്ട് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്, ആണല്ലോ. കുറേ കാലം മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റിന്റെ തന്നെ, സർക്കാരിന്റെ തന്നെ നയം അനുസരിച്ച് ഓൾ ദ സോൾട്ട് ദാറ്റ് ഇസ് സോൾഡ് ഈസ് അയോഡൈസ്ഡ്. അയോഡൈസ്ഡ് സോൾട്ട് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ അയോഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുന്ന സാധനത്തിൽ അയഡിൻ ഉണ്ട്. അതിനാൽ അത് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈപ്പോ തൈറോയിഡിസം പോലത്തെ രോഗങ്ങൾ ഒഴിവാക്കാം. അതിനാൽ ഉപ്പ് കൂടുതൽ കഴിക്കണം എന്ന് ചിലർ പറയാറുണ്ട്. തെറ്റാണത്. ഉപ്പ് കൂടുതൽ കഴിക്കണം എന്ന് ഒരു കാരണവശാലും തൈറോയിഡ് രോഗപ്രതിരോധത്തിന് ആരും പറയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, ഉപ്പ് കൂടുതൽ കഴിച്ചാൽ വേറെ പല രോഗങ്ങളും നിങ്ങൾക്ക് വരാം. അതിലൂടെ നിങ്ങൾക്ക് തൈറോയിഡ് രോഗങ്ങൾ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനോ സാധ്യമാവില്ല. അതിനാൽ ആ ഒരു പരിപാടിക്ക് ഒരിക്കലും പോകരുത്. അപ്പോൾ ഈ 6 മിഥ്യാധാരണകളാണ് ഞാനിവിടെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും തൈറോയിഡ് പരിശോധനകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്താം, TSH കൊണ്ട് മാത്രം തൈറോയിഡ് രോഗം നിർണ്ണയിക്കാൻ പാടില്ല. T3, T4, TSH, പിന്നെ തൈറോയിഡ് ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം പരിശോധനകളാണ്. നല്ലൊരു ശതമാനം വ്യക്തികൾക്കും അത്യാവശ്യം ചെയ്യേണ്ട പരിശോധനകളാണ്. പക്ഷെ പലരും ചെയ്യുന്നതായിട്ട് കാണാറില്ല. എല്ലാവരും TSH വെച്ചിട്ട് മാത്രം രോഗനിർണയവും പിന്നെ ചികിത്സയും തുടരാൻ ശ്രമിക്കും. തെറ്റാണത്. ഈ പരിശോധനകൾ നിർബന്ധമാണ്. ചുരുക്കം ചിലരിൽ അൾട്രാസൗണ്ടും വേണ്ടി വന്നേക്കാം, തൈറോയിഡിന്റെ അൾട്രാസൗണ്ടും വേണ്ടി വന്നേക്കാം. അത് ഓർമ്മ വയ്ക്കുക. പിന്നെ ചികിത്സയെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, ബിക്കോസ് ദാറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്. ആകെ ഇത്രയും മാത്രം മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഈ തൈറോയിഡ് രോഗങ്ങളുടെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ പൊളിക്കാനും കൃത്യമായി എങ്ങനെയാണ് പരിശോധന ചെയ്യേണ്ടത്. പരിശോധന എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ പരിശോധനകളും വേണ്ടി വരില്ല. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. എന്നാൽ വേണ്ടി വരുന്നവർ നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ വളരെ അപൂർവമായിട്ട് ചിലർക്ക് ബയോപ്സി പോലത്തെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വന്നേക്കാം. സർവ്വസാധാരണമായിട്ട് T3, T4, TSH, തൈറോയിഡ് ആൻറ്റിബോഡീസ്, ഇവ 4 കൂടി ചെയ്താൽ ഏതാണ്ട് ഹൈപ്പോ തൈറോയിഡിസത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും. നന്ദി, നമസ്കാരം.